ഒരു സംശയവും അദ്ദേഹത്തിന് വേണ്ട. പാലക്കാട്ടെ ജനങ്ങൾ ഈ പറയുന്ന മൈതാനത്തിന്റെ തൊട്ടപ്പുറത്ത് നരേന്ദ്രമോദി വന്നു നിന്നപ്പോഴും, ഈ തെരുവുകളിലൂടെ അമിത്ഷാ റോഡ് ഷോ നയിച്ചപ്പോഴും, RSSന്റെ നേതാക്കന്മാർ അണിനിരുന്നപ്പോഴും പാലക്കാടിന്റെ മതേതരത്വത്തിന്റെ കോട്ട കെട്ടിയവരാണ് പാലക്കാട്ടെ ജനങ്ങളെങ്കിൽ, ഈ പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഈ സംഗമത്തിൽ വെച്ച് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യ ജയിക്കണം, ഫാസിസം തോൽക്കണം എന്നുള്ളത് കാലികമായ മുദ്രാവാക്യമാണ്. അവഗണനക്കെതിരെ എന്ന ഓമന പേരിൽ BJPക്ക് നോവാത്ത സമരം നടത്തുന്ന ചില സമരസപ്പെടുന്നവരുടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം പോലെയല്ല, നേരിട്ട് ഫേസ് ടു ഫേസ് ഒളിയില്ലാത്ത യുദ്ധമാണ് BJPയോട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ആസാമിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു, നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ തടവറയിലടക്കും.